വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ എവിടെ? വനംവകുപ്പിന്റെ റഡാർ പരിധിയിലെത്തിയില്ല. ഇന്നലെ കണ്ടുവെന്ന് പറഞ്ഞ സ്ഥലത്തെ പരിശോധനയിലും കടുവ സാന്നിധ്യം സ്ഥിരീകരിക്കാനായില്ല. കുങ്കിയാനകളെ അടക്കം എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ വ്യക്തമാക്കി. നമ്മൾ ഈ കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ഏകദേശം ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിട്ട് അവിടെ മൊത്തം ഒരു പെരാമ്പുലേഷൻ, അതായത് 8 പേരുള്ള 10 ടീമായിട്ട് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. 3 ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘവും തോക്കുധാരികളായിട്ടുള്ള അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ആ സംഘവും ഉണ്ടാവും. പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ട് നമ്മളുടെ മാനന്തവാടിയിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുമാതിരി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അതിനിടെ DFO മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തി മാനന്തവാടി SHO രംഗത്തെത്തിയത് തർക്കങ്ങൾക്കിടയാക്കി. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാം ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇല്ല അത് പോയിക്കോട്ടെ, സാറ് പോയിക്കോളൂ. ഇന്ന് ഗേറ്റിന് പുറത്ത് മാത്രമേ ഉള്ളൂ. അത് മോളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറ് വന്ന് തടസ്സപ്പെടുന്ന അല്ല. എനിക്ക് നിങ്ങളോട് പറയാനൊന്നും ജനങ്ങൾ ഇത്ര ആശങ്കയിൽ നിൽക്കുമ്പോൾ അല്ല, എനിക്ക് നിങ്ങളോട് പറയാനൊന്നും അല്ല. ഇന്ന് ഗേറ്റിന് പുറത്ത് മാത്രമേ ഉള്ളൂ. പറ്റില്ല. എന്തുകൊണ്ട് പറയില്ല? നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ അത് വിട്. ആശങ്കയിൽ നിൽക്കുമ്പോ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തുന്നതിൽ എന്താർത്ഥം? അല്ല, ഇന്നിവിടെ പുള്ളി കാര്യങ്ങൾ വിശദീകരിക്കും. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആയിക്കോട്ടെ എന്തെങ്കിലും DFO ഇത് വിശദീകരിക്കുന്നതിൽ സാറിനുള്ള ബുദ്ധിമുട്ട് വിശദീകരിക്കുമ്പോൾ സാറിനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? DFO ഇത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ കൊടുത്തെന്തിനെ സാറിനുള്ള ബുദ്ധിമുട്ട്? ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഈ നാടകീയമായ രംഗങ്ങളാണല്ലോ നടക്കുന്നത്. DFO സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് SHO കയറി വന്ന് തടസ്സപ്പെടുത്തുന്നു. ഈ ജോലിക്കിടയിൽ തടസ്സമുണ്ടാക്കിയാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിയമപരമായി കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇത് സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ജോലിയെ തടസ്സപ്പെടുത്താമെന്നാണോ? ഇത് മാത്രമല്ല, DFO ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്ന സമയത്ത് എന്തിനായിരിക്കും SHO ഇങ്ങനെയൊരു തടസ്സമുണ്ടാക്കിയത്? മോത്തി, അത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം. കാരണം പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ഒന്നടങ്കം ആശങ്കയിലും ഭീതിയിലും കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ ദൗത്യത്തിലേക്ക് വീണ്ടും ഈ വനപാലകരെല്ലാം കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യങ്ങളായിരുന്നു നോർത്ത് DFO ആയിട്ടുള്ള മാർട്ടിൻ ലോവൽ ഇവിടെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് അത് വിശദീകരിക്കുകയായിരുന്നു. ഇത് വിശദീകരിക്കുന്നതിനിടയ്ക്കാണ് മാനന്തവാടി SHO ആയിട്ടുള്ള അഗസ്റ്റിൻ ഇങ്ങോട്ടേക്ക് എത്തുകയും, അതായത് ലൈവിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹത്തെ തട്ടിമാറ്റി ബേസ് ക്യാമ്പ് ഓഫീസിന്റെ വരാന്തയിലേക്ക് കയറ്റി ഇന്ന് ലൈവ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തോട് താങ്കൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യവുമായിരുന്നു. അതായത് ജനങ്ങൾ ഒന്നടങ്കം ആശങ്കയിലാണ്. ഇന്നലെ വൈകിട്ടും ഇവിടെ കടുവയെ കണ്ടു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് ആ രൂപത്തിൽ ഇവിടെ ഇന്നലെ രാവിലെ മുതൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ജനം ഒന്നടങ്കം ഈ കടുവയെ തിരഞ്ഞ് കാട്ടിൽ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി അത്രയും ഭീതിതമായ ഒരു സാഹചര്യമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ കേരളം മുഴുവൻ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഈ നാട്ടുകാർക്ക്, അതായത് എന്തെല്ലാം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നുവോ, തിരച്ചിലിന്റെ കാര്യങ്ങൾ എന്തായി, ഇതെല്ലാം അറിയിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഈ ജനം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മാനന്തവാടി SHO വന്നിട്ട് അത് തടസ്സപ്പെടുത്തി DFO അവിടുന്ന് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത്
അതായത് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്, അതായത് DF വിശദീകരിക്കുന്നത് RRT അടക്കമുള്ള സംഘങ്ങൾ എത്തി, എട്ടംഗ ടീം, 8 അംഗങ്ങൾ, ഒരു 10 സംഘമായിട്ടൊക്കെ ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ ലൈവ് തടസ്സപ്പെടുത്തിക്കൊണ്ട് SHO ഇടപെട്ടതിനെ കുറിച്ച് നമ്മൾ വനം മന്ത്രി AK ശശീന്ദ്രനോട് മാതൃഭൂമിയിൽ നിന്നും വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇടപെടുമെന്നാണ് അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇംതിയാസ് തുടർന്നോളൂ. തീർച്ചയായിട്ടും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാതൃഭൂമിയോട് അങ്ങനെ ഒരു കാര്യം പങ്കുവച്ചിട്ടുള്ളത് നല്ലത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ ജനം ഒന്നടങ്കം ഭീതിയിൽ, ആശങ്കയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും ഇങ്ങനെ ഒരു നടപടി, അതും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു DFO വന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയൊരു നടപടി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടാവുക എന്നത് അതൊരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്, അനുകൂലിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും അദ്ദേഹം അത് തടസ്സപ്പെടുത്തി പോയി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ജനങ്ങളുടെ മുൻപിൽ DFO വിശദീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കടുവ ദൗത്യം ഇന്നും തുടരുന്നുണ്ട്. കടുവയെ കൂടുവെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള, അതിന് തന്നെയാണ് പരിഗണന നൽകുന്നത്. ഇന്നലെ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വിശദമായ പരിശോധന ഇന്നലെ രാത്രിയിൽ നടന്നിരുന്നു. പക്ഷേ കടുവയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്നത് കടുവയെ കണ്ടു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട് സ്ഥാപിച്ചെടുത്ത്, അതുപോലെ തന്നെ ഇന്നലെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഇന്ന് വിശദമായ പരിശോധനയും തെർമൽ ക്യാമറ, മാത്രമല്ല ഇംതിയാസ്, അടിക്കാട് വെട്ടുക എന്നത് പൊതുജനങ്ങളുടെ ഏറ്റവും പ്രഥമമായ ഒരു ആവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം അവരത് ഈ പ്രതിഷേധത്തിനിടയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. കാരണം വന്യജീവികൾ മറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല, അങ്ങോട്ടേക്ക് എത്തുന്നത് കാണാൻ കഴിയുന്നില്ല തുടങ്ങിയ കാരണങ്ങൾ പറയുന്നു. ഒരുപാട് തവണയായി ഇത് ആവശ്യപ്പെട്ടിട്ടും ചെയ്ത് തന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തതായും DFO പറയുകയായിരുന്നു. അതിനിടയിലേക്ക് ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെയാണ് ഒരു ക്യാമറ ഫ്രെയിമിനുള്ളിലേക്ക് പുറംതിരിഞ്ഞ് കടന്നു വരുന്നതും ഈ ലൈവിനെ തടസ്സപ്പെടുത്തുന്നതും. യാതൊരു സാമാന്യ മര്യാദയും കാണിച്ചില്ല എന്നത് വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും മൂത്തി, സാമാന്യ മര്യാദ എന്ന് അദ്ദേഹം ഒട്ടും കാണിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത് DFO കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അതിനിടയിലേക്ക്, അതായത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വന്നിട്ട് DFOയോട് പിൻഭാഗത്തോടെ വന്നിട്ട് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട, അല്പസമയം കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയാം, തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്ക് ക്യാമറകളെല്ലാം നിരന്നു നിൽക്കുന്നതിനിടയിലേക്കാണ് SHO കയറി വന്നത്. SHO ലൈവിലേക്ക് കയറി വരികയും അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ച് നേരെ പിൻഭാഗത്തേക്ക്, ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇനി ലൈവ് ഒന്നുമില്ല, നിങ്ങളെല്ലാം ഈ ഗേറ്റിന് പുറത്തു പോകണമെന്നാണ് അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് മര്യാദകേടിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കാം. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാം ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇല്ല അത് പോയിക്കോട്ടെ, സാറ് പോയിക്കോളൂ. ഇന്ന് ഗേറ്റിന് പുറത്ത് മാത്രമേ ഉള്ളൂ, അത് മോളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറ് വന്ന് തടസ്സപ്പെടുന്ന അല്ല. എനിക്ക് നിങ്ങളോട് പറയാൻ, ജനങ്ങൾ ഇത്ര ആശങ്കയിൽ നിൽക്കുമ്പോൾ അല്ല എനിക്ക് നിങ്ങളോട് പറയാനൊന്നും അല്ല. ഇന്ന് ഗേറ്റിന് പുറത്ത് മാത്രമേ ഉള്ളൂ. പറ്റില്ല. എന്തുകൊണ്ട് പറയില്ല? നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ അത് വിടും. ആശങ്കയിൽ നിൽക്കുമ്പോ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുന്നില്ല, എന്തർത്ഥം? അല്ല ഇന്നിവിടെ പുള്ളി കാര്യങ്ങൾ വിശദീകരിക്കും. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആയിക്കോട്ടെ എന്തെങ്കിലും പറയാൻ? DFO ഇത് വിശദീകരിക്കുന്നതിൽ സാറിനുള്ള ബുദ്ധിമുട്ട് വിശദീകരിക്കുമ്പോൾ സാറിനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? DFO ഇത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ എന്റെ പുറകെ കൊടുത്തെന്തിനെ? സാറിനുള്ള ബുദ്ധിമുട്ട്